ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് നല്ല ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ സത്യം, ദയ, ക്ഷമ, പരോപകാരം മുതലായ നല്ല ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ നിരത്തിയാൽ മാത്രമേ ദുർഗുണങ്ങൾ കയറി വരാതിരിക്കുകയുള്ളൂ. വെറുപ്പ്, വിദ്വേഷം, പക മുതലായ ദുർഗുണങ്ങൾ നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നാൽ അശാന്തി മാത്രമായിരിക്കും നമ്മുടെ അനുഭവം. അതിനാൽ നാം നമ്മുടെ മനസ്സിൽ നല്ല ശീലങ്ങൾ വളർത്തിയാൽ മാത്രമേ നമുക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ സത്യം, സമത്വം, ദയ തൊട്ട ദൈവീ സമ്പത്തിനാം സാധനയാർന്നിടാതെ ധനം ഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം സംതൃപ്തി കണ്ടിടുകയാം മൂഢരായ മനുഷ്യർ വീട്, കുടുംബം, ധനം, ജോലി, സ്ഥാനമാനങ്ങൾ ഇവയിൽ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ ആയുഷ്കാലം മുഴുവൻ വിനിയോഗിക്കുന്നു. അവസാനം ശരീരം അവശമാകുമ്പോൾ, ശരീരത്തിനൊന്നും പറ്റാതെയാകുമ്പോൾ, ഇവരുടെ എല്ലാം സഹായം തനിക്ക് ആവശ്യമായി വരുമ്പോൾ ഇവയൊന്നും തനിക്ക് ഉതകാത്ത ഒരവസ്ഥ വരുന്നു. തൻ്റെ മക്കളും തൻ്റെ സമ്പത്തും തൻ്റെ വീടും ഇതൊന്നും തനിക്ക് ഉപകരിക്കാത്ത ഒരവസ്ഥാവിശേഷം കൈവരുക സ്വാഭാവികമാണ്. അതിനാൽ ആദ്യമേ തന്നെ ഇവയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന അവസ്ഥ ഉണ്ടായാൽ അവസാനം നാം നിരാശപ്പെടേണ്ടി വരും. അതിനാൽ അതാണ് പറയുന്നത്, സത്യം, സമത്വം, ദയ, കാരുണ്യം, സ്നേഹം മുതലായ ദൈവീ സമ്പത്തിനാം, ദൈവീകമായ ദിവ്യമായ ഗുണങ്ങളാണ് സത്യം, സമത്വം, സ്നേഹം, കാരുണ്യം, പരോപകാരം മുതലായവയെല്ലാം. അതാണ് സത്യം, സമത്വം, ദയ തൊട്ട ദൈവീ സമ്പത്തിനാം സാധനയാർന്നിടാതെ. ഇതൊക്കെ വളർത്താനുള്ള സാധന ചെയ്യാതെ ധനം ഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം സംതൃപ്തി കൊണ്ടിടുകയാം വിമൂഢർ. ധനം എൻ്റെ മക്കൾക്ക് വേണ്ടേ, എൻ്റെ കുടുംബത്തിന് വേണ്ടേ, അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്, അതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കണക്കാക്കും. അതാണ് ധനം, ഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം, ഇതുകൊണ്ട് മാത്രം സംതൃപ്തി കൊണ്ടിടുകയാം വിമൂഢർ. ധനം, ഗൃഹം, പുത്രൻ, കുടുംബം മുതലായവയിൽ മാത്രം തൻ്റെ ആരോഗ്യവും തൻ്റെ ആയുസ്സും വിനിയോഗിക്കുന്നവർ മൂഢന്മാരാണ്. ഇവ ഒന്നും തന്നെ തനിക്ക് സഹായകം അല്ല എന്നത് ഒരു പച്ച പരമാർത്ഥം മാത്രമാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, താൻ അവശനായിരിക്കുമ്പോൾ തന്നെ സഹായിക്കേണ്ടവർ തന്നോട് അവജ്ഞാഭാവം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. അത് ഇപ്പോഴേ നാം പ്രതീക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് അഭയവും ആശ്രയവുമായിരിക്കുന്നത് എന്തോ അതിനെ നാം ആശ്രയിക്കുക തന്നെ വേണം. ഇവയോടുള്ള മമത അല്ലെങ്കിൽ ആ ഒട്ടൽ, ആ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ആത്മജ്ഞാനമാകുന്ന എണ്ണ കൊണ്ട് കുറച്ചാൽ മാത്രമേ നമുക്ക് ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. ജീവിതം ആശ്വാസദായകമാവണമെങ്കിൽ ഇതെല്ലാം നാം ശ്രദ്ധിച്ചേ പറ്റൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. സത്യം, സമത്വം, ദയ തൊട്ട ദൈവീ സമ്പത്തിനാം സാധനയാർന്നിടാതെ ധനം, ഗൃഹം തൊട്ടവ കൊണ്ടു മാത്രം സംതൃപ്തി കൊണ്ടിടുകയാം വിമൂഢർ.